ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള എഗ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് അപ്പത്തിന്റെ കൂടെയും പൊറാട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു എഗ് കറിയാണിത്. അപ്പോൾ ഈ ഒരു എഗ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 എഗ് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ഞാൻ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലിട്ട് ഒരു ഫ്രൈ പാന് വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള എഗ് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും വേണ്ട. എഗിന്റെ പുറം ഭാഗം ഒന്ന് കളറ് ചേഞ്ച് ആയി വരുന്ന ടൈമിൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ എഗ് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മീഡിയം സവാള ഫ്രൈ ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. ഒരു 6-7 കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഒരു 3-4 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് കറിക്ക് വേണ്ട അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോൺ സ്റ്റിക്കിന്റെ പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക വെജിറ്റബിൾ ഓയിലാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി പൊട്ടി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് 2-3 ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഓയിൽ മൂത്ത് വരുന്ന ഒരു ടൈമിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സായി തിളച്ച് വരുന്ന ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണ്ടിയിട്ട് ഒഴിക്കാനായിട്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി നല്ല പോലെ തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ് ഇട്ട് കൊടുക്കാം. ഓൾറെഡി എഗ് കുക്ക് ആയതുകൊണ്ട് തന്നെ 2 മിനിറ്റ് സിം ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കസ്തൂരി മേത്തി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ എഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ എഗ്ഗ് കറി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.